ഉയരുന്ന ഇലക്ട്രിസിറ്റി ബില്ലുകൾക്ക് ഇന്ന് വിട പറയാണ്. കേരള വിഷൻ സക്സസ് പാത്തുമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് പവർജൻ സോളാർ പ്രൈവറ്റ് ലിമിറ്റഡിലേക്കാണ്. കേരള വിഷൻ്റെ സക്സസ് പാത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പവർജനി സോളാർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ചെയർമാനായ ഡോക്ടർ ജയകൃഷ്ണൻ സാറിനെയാണ്. നമസ്കാരം സർ. ഞാൻ സാറിൻ്റെ അടുത്ത് ആദ്യം തന്നെ നമ്മൾ ഈ സോളാർ എന്ന് പറയുമ്പം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ അനുഭവിക്കുന്നത് ഇലക്ട്രിസിറ്റി ബില്ലെന്ന് പറയുന്നത് ഒരു 1000 രൂപ എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു എമൗണ്ടാണ്. അപ്പം ഈ സോളാർ നമുക്ക് എത്രമാത്രം ഒരു സാധാരണക്കാരിലേക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്? ഈ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ ഒരു ലാഭകരമായ ഒരു കാഴ്ചപ്പാടെന്നുള്ള ലെവലിലാണ് ചോദ്യം തന്നെ. പക്ഷേ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ സംഭവം സോളാറിനുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് സബ്സിഡി കൊടുക്കുന്നത്? നമുക്കറിയാം, മണ്ണെണ്ണയുടെ സബ്സിഡി അല്ലെങ്കിൽ പഞ്ചസാരയുടെ സബ്സിഡി, അതുപോലെ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും സബ്സിഡി എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സമ്പന്നരുടെ അല്ലെങ്കിൽ വലിയൊരു 2000 രൂപ 3000 രൂപ അല്ല 5000 രൂപ മന്ത്ലി ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നതിന് സബ്സിഡി കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമല്ല. മറിച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായിട്ട് ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. 2060 ലോകത്ത് വാഴയുടെ, അത് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ വാഴ കൃഷി നടക്കുന്ന ഒരു പ്രദേശമായ ആഫ്രിക്കയിൽ നിന്ന് വാഴ അപ്രത്യക്ഷമാകുമെന്നാണ് പറഞ്ഞത്. വാഴ കൃഷി ചെയ്യാനുള്ള സാഹചര്യം നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അത്രയും ഒരു പ്രസക്തമായ ഒരു ഭാഗത്തിൽ വൈദ്യുതിയുടെ ആവശ്യകത എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മൾ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് മാറി ഈ പ്രകൃതി ഊർജ്ജങ്ങളിൽ നിന്നിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം എന്തെങ്കിലുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യ പോലും 2060 തന്നെ പൂർണ്ണമായും നമ്മൾ കൽക്കരിക അധിഷ്ഠിതമായ വൈദ്യുതിയിൽ നിന്ന് മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് കേരളമാണെങ്കിൽ 2040 മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇന്ത്യ മൊത്തമായി 2060 കേരളം 2040 പൂർണ്ണമായി വൈദ്യുതി എന്ന് പറയുന്നത് കൽക്കരിക അധിഷ്ഠിതയിൽ നിന്ന് മാറി പ്രകൃതിജന്യമായ വൈദ്യുതിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ആളുകളും വൈദ്യുതി ഇതിൻ്റെ തരത്തിലുള്ള സോളാറിലേക്ക് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വൈദ്യുതി പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത്. അപ്പം ലാഭമോ എന്നുള്ളത് രണ്ടാമത്താണ്. ഈ ഭൂമിയെ സംരക്ഷിക്കുക എന്നാണ് ഏതൊരു ഉത്തരവാദിത്വം, ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്ന നിലയിൽ സോളാർ വെക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, നമുക്കെന്ത് നേട്ടം എന്നുള്ളതാണ്. അവിടെയാണ് ഈ ഗവൺമെൻറ് സബ്സിഡി കൊടുത്തുകൊണ്ട് ഈ സംവിധാനത്തെ വളരെ പ്രോത്സാഹിപ്പിക്കുന്നത്. സബ്സിഡി കൊണ്ട് മാത്രം സാധ്യമല്ല. കാരണം ഇപ്പം ഒരു സോളാർ നിലയം സ്ഥാപിക്കുമ്പോൾ ഏകദേശം 2 ലക്ഷം രൂപ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ലക്ഷം രൂപ വരുന്ന ഒരു സോളാർ നിലയം സ്ഥാപിക്കുന്നതിന് സബ്സിഡി 78,000 രൂപ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 40% സബ്സിഡി വരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും പൈസ എടുക്കാനുണ്ട്. 2 ലക്ഷം രൂപ ആദ്യം മുടക്കിയിട്ട് വേണമല്ലോ ഇത് ചെയ്യാനായിട്ട്. അതില്ല. അപ്പോൾ അവിടെ ഗവൺമെൻറ് വീണ്ടും സാധാരണക്കാരെ മുന്നിട്ട് നിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് ലോൺ കൊടുക്കാനുള്ള സംവിധാനം എല്ലാ ബാങ്കുകളും വളരെ ലിബറലായിട്ടാണ്. അതായത് നമ്മുടെ വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സാഹചര്യങ്ങളൊന്നും കണക്കിലാണ്, വരുമാന സർട്ടിഫിക്കറ്റ്സ് ഒന്നും ചിന്തിക്കാണ്ട് അവർക്ക് 2 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കാനായിട്ട് എല്ലാ 12 നാഷണൽ ബാങ്ക് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അതായത് നമ്മളൊരു സാധാരണക്കാരൻ അല്ലെങ്കിൽ നമ്മളൊരു സോളാർ എടുക്കണം തീരുമാനിക്കുന്ന ഒരു വ്യക്തി നമുക്ക് ലോൺ അപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് 2 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ അനുവദിക്കുന്നുണ്ട് ബാങ്കിൽ നിന്ന്. അപ്പം നമുക്ക് ഈ ഒരു സോളാർ നമ്മൾ ഒരു വീടുകളിൽ വെക്കണമെങ്കിൽ സ്റ്റാർട്ടിങ് നമ്മൾ എത്ര എമൗണ്ട് ആണ് നമ്മൾ ചിലവഴിക്കേണ്ടത്? നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു 10% അടച്ചാൽ മതി. 10% അടച്ചാൽ മതി. അത് വളരെ തുച്ഛമായ, കാരണം ഇപ്പം അത് മാത്രമല്ല, ഇത് 10 വർഷത്തേക്കാണ് ഇതിൻ്റെ ലോൺ തരുന്നത്. അപ്പം നമ്മുടെ EMI എന്ന് പറയുന്നത് 1 ലക്ഷത്തിന് ഏകദേശം 1150 രൂപ വെച്ച് വരുന്നുള്ളൂ. അതും പലിശയാണെങ്കിൽ 6% ഉള്ളൂ. ബാങ്കുകളിൽ നമ്മുടെ ബാങ്കിൽ കൊണ്ടിട്ട് 8% കിട്ടുന്നില്ല. അപ്പോൾ അവർ 6% ഗവൺമെൻറ് സബ്സിഡിയോട് കൂടിയാണ്. അതിലും ഇൻട്രസ്റ്റിനും ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുകയാണ്, പ്രോഡക്റ്റ് വെക്കുന്നതിന് സബ്സിഡി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പൊതുജനങ്ങളെ, അത് സാധാരണക്കാരെ പങ്കെടുപ്പിക്കുക. അപ്പോൾ ആ വലിയൊരു ലക്ഷ്യത്തിലേക്ക് പണമുള്ളവനെന്നോ പണമില്ലാത്തവനോ ഒന്നും ഇല്ല.
അല്ല, അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത്, നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു സോളാറിലേക്ക് എത്തണം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബില്ല് കാണുമ്പോൾ ഒരു 1000 രൂപ 2000 രൂപ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു വലിയ എമൗണ്ട് തന്നെയാണ്. ഒരു ഇപ്പം ചുരുങ്ങിയൊരു ജീവിതം നടത്തുന്ന ഒരാൾക്ക് ഒരു ഇലക്ട്രിസിറ്റി ബില്ല് അത്ര അടക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം സോളാറിൽ നമ്മൾ ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു എമൗണ്ട് അത് സാർ പറഞ്ഞു നമുക്ക് ബാങ്ക് തരുന്നുണ്ട്. നമ്മൾ 2 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ 2 ലക്ഷം രൂപ ആദ്യമേ അടയ്ക്കാൻ ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവും, അത് അത്രയും എമൗണ്ട് വരണം. ഇപ്പം സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് നമ്മളത് അറിയുന്നത്, അതിനിപ്പം ഇത്ര 6% ഇൻട്രസ്റ്റേ ഉള്ളൂ, അതിന് നമുക്ക് 6% ഇൻട്രസ്റ്റേ ഉള്ളൂ. നമുക്കൊരു കാലാവധി ഒരു ഇത്ര വർഷം 10 വർഷം കാലാവധി നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല. എല്ലാവരും ഈ ഹ്യൂജ് എമൗണ്ടിനെ പറ്റി മാത്രമാണ് അറിയുന്നത്, ഫസ്റ്റ് ടൈം അടയ്ക്കുന്ന ഒരു എമൗണ്ടിനെ പറ്റിയിട്ടാണ് അറിയുന്നത്. അത് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 2 ലക്ഷം എടുത്ത് ഒരു സോളാർ വാങ്ങി വീട്ടിൽ വെക്കുമ്പോൾ നമുക്ക് പിന്നീട് ഉണ്ടാവുന്ന ഒരു നമുക്ക് കിട്ടുന്നൊരു ലാഭമുണ്ട് ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്ന്. അതെങ്ങനെയാണ്? അതായത് ഓരോ മാസം നമുക്ക് വരുന്ന ഒരു എമൗണ്ടും പിന്നെ ഒരു എക്സസ് നമുക്കൊരു ചാർജസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സോളാർ നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നൊരു പവർ ഉണ്ടല്ലോ, അത് നമ്മൾ എക്സ്ട്രാ എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് നമ്മൾ തിരിച്ച് കൊടുക്കുകയാണോ? അതിനെ പറ്റിയിട്ട് എന്താണ്? ഇപ്പം നമ്മൾ കൂടുതൽ പോപ്പുലറായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓൺ ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ചെയ്യുന്നത്, ബാറ്ററി ഇല്ലാത്ത സംഭവം. അപ്പോൾ ബാറ്ററി ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഈ സോളാറിൻ്റെ ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പകൽ സമയത്ത് മാത്രമേ സൂര്യപ്രകാശം ഉള്ളൂ. അപ്പോൾ പകൽ സമയത്ത് മാത്രമേ വൈദ്യുതി ഉപയോഗിക്കാനൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഉപയോഗത്തിൻ്റെ 80%, ഒരു വ്യക്തിയുടെ ഒരു ഡൊമസ്റ്റിക് കസ്റ്റമറുടെ ഉപയോഗത്തിൻ്റെ 80% അദ്ദേഹത്തിന് ഉപയോഗിക്കേണ്ടി വരുന്നത് രാത്രി കാലങ്ങളിലാണ്. അപ്പോൾ പകൽ സമയത്ത് വൈദ്യുതി ഉണ്ടാവും ധാരാളം. ഇപ്പോൾ ഞങ്ങൾ ഈ ഓഫീസിൽ പൂർണ്ണമായിട്ട് തന്നെ സോളാറിൽ അധിഷ്ഠിതമാണ്, പൂർണ്ണമായിട്ട് സോളാറിലാണ് നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്ന മൊത്തം. ഞങ്ങൾക്ക് ഒരു ദിവസം ഏകദേശം 40 യൂണിറ്റ് വൈദ്യുതി ആവശ്യമുള്ളൂ. പക്ഷേ ഞങ്ങളിവിടെ ഏകദേശം 80 യൂണിറ്റ് 75 യൂണിറ്റ് വൈദ്യുതി ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, എക്സസ് വൈദ്യുതി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പകൽ സമയത്താണ് ഉപയോഗം വരുന്നത്. പക്ഷേ സമയം നമ്മുടെ വീടുകളിൽ അങ്ങനെയല്ല, നമുക്ക് രാത്രിയിലാണ് 80% വൈദ്യുതി, 20%. അപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പകലുമാണ്. അപ്പം നമ്മുടെ ഈ 20% ഉപയോഗം കഴിഞ്ഞ് വരുന്ന ബാക്കിയുള്ള വൈദ്യുതി നമ്മൾ KSEBയുടെ ലൈനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. അതിന് ഇൻ്ററാക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്താൽ, അങ്ങനെ എക്സ്പോർട്ട് ചെയ്തിട്ട് ആ വൈദ്യുതി KSEB പകൽ സമയങ്ങളിൽ മറ്റ് ഞങ്ങളെപ്പോലുള്ള ഓഫീസുകളിലും മറ്റേ ഫാക്ടറികളിലും ഒക്കെ കൊടുത്തിട്ട് മാനേജ് ചെയ്യുന്നു. അപ്പോൾ രാത്രി ആവുന്ന നമുക്കിത് തിരിച്ചെടുക്കണമല്ലോ, നമുക്ക് വേണം. ഇപ്പം സോളാർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കേട്ട് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. നല്ല രീതിയിലും അതിനെപ്പറ്റി വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്, അത് തെറ്റായ നമ്മുടെ സാധാരണക്കാരിലേക്ക് തെറ്റായ രീതിയിൽ എത്തിക്കുന്നതുമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എങ്ങനെയാണ് സാർ കാണുന്നത്? അല്ല, അത് സ്വാഭാവികമായിട്ടും വളരെ അട്രാക്റ്റീവായിട്ട് ഒരു ബിസിനസ് ഫീൽഡിലേക്ക് ഒരുപാട് ആൾക്കാർ അട്രാക്റ്റ് ചെയ്ത് വരുമല്ലോ. ഒരു പുതിയ പീരീഡിൽ ലാഭകരമായി നടക്കുന്ന ഒരു ബിസിനസ്സിലേക്ക് ഒരുപാട് ആൾക്കാർ വരും. അത് ഒരു വ്യക്തിയുടെ ഒരു രീതി തന്നെയാണ്. പക്ഷേ അത് ആരാണ് മനസ്സിലാക്കേണ്ടത്? ഒരു വാങ്ങുന്ന ആളാണ് അതിനൊരു ജുഡീഷ്യസ് ആയിട്ട് ഒരു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ എവിടെ നിന്ന് വാങ്ങണം എന്ന് പറയുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സോളാറിൻ്റെ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ ജനറലായിട്ട് പറയാനുള്ളതാണ്, ഞാൻ 66 വയസ്സുള്ള വ്യക്തിയാണ്. 30 വർഷം വാറണ്ടി വരെയുള്ള ഒരു പ്രോഡക്റ്റ് എൻ്റെ ഇത് വാങ്ങിച്ചാൽ 96 വയസ്സ് കഴിയുമ്പോൾ ഈ വാറണ്ടി കിട്ടാനുള്ള ഒരു സംവിധാനമാണ്. വാറണ്ടി നമ്മളല്ല കൊടുക്കുന്നത്, വാറണ്ടി കൊടുക്കുന്നത് മാനുഫാക്ചറാണ്. പക്ഷേ ആ മാനുഫാക്ചറിലേക്ക് എത്താനുള്ള ഒരു സംവിധാനം ഞങ്ങൾ മുഖേന നടക്കുകയുള്ളൂ. ഇപ്പോൾ ഏത് മാനുഫാക്ചറാണെങ്കിലും കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏത് വലിയ ബ്രാൻഡഡ് സാധനങ്ങളാണെങ്കിലും ഫസ്റ്റിൽ കസ്റ്റമർ വിളിക്കുന്നത് അവരെ അല്ല വിളിക്കുന്നത്, നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിൽ. അതേസമയം ഒരു TV ഒക്കെ കംപ്ലൈൻറ്റ്, ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒരു TV വാങ്ങിച്ചു, കംപ്ലൈൻറ്റ് വന്ന് സാംസങ്ങിൻ്റെ സർവീസ് സെൻ്റർ, ഗോദറേജിൻ്റെ സാധനം വാങ്ങിച്ചു, കംപ്ലൈൻറ്റ് ഗോദറേജിൻ്റെ സർവീസ് സെൻ്ററിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അങ്ങനെയല്ല. ഇതിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആരാണോ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തത്, അത് EPC കോൺട്രാക്ടർ, എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് കൺസ്ട്രക്ഷൻ, EPC. അതെ, എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ്. എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ അത് നമ്മുടെ വീട്ടിൽ എവിടെ വെക്കണം എന്നുള്ളത് ഒരു എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇത് തെക്കോട്ട് വെക്കണോ വടക്കോട്ട് വെക്കണോ കിഴക്കോട്ട് എന്നുള്ളതൊക്കെ സൂര്യപ്രകാശത്തിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് വെക്കണം. അത് പൊതുവേ നമ്മുടെ നാട്ടിൽ സംവിധാനമുണ്ട്, തെക്കോട്ട് വെക്കണമെന്ന്. നമ്മുടെ നാട്ടിൽ പറച്ചിലുണ്ട്, പക്ഷേ അതൊക്കെ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് നമുക്ക് എവിടെയാണോ സൂര്യപ്രകാശം കൂടുതൽ ലഭിക്കുന്നത് അവിടെയാണ് സോളാർ പാനൽ വെക്കുന്നത്. അപ്പോൾ അതിനാണ് എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ഉണ്ട്. പിന്നെ ഇതൊരു പ്രൊക്യൂർ ചെയ്യണം. കാരണം ഈ പാനൽസ് എന്നൊക്കെ പറയുന്നത് നമ്മളൊരു പെട്ടെന്നൊരു ഓർഡർ വരുമ്പോൾ അപ്പം തന്നെ കൊണ്ടുവരാൻ ഒക്കുന്നില്ല. ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് മൊത്തം വേണ്ട 90% 100ഓളം മാനുഫാക്ചേഴ്സാണ് ഇന്ത്യയിലുള്ളത്. അതിൽ 60ഓളം പേര് ഗുജറാത്തിലും തന്നെയാണ്. പിന്നെ ബാക്കി സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഛത്തീസ്ഗഡ്, ഇങ്ങനെയാണ്. നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥാപനം പോലും ഇല്ല. അപ്പോൾ നമ്മൾ ഈ സോളാർ പാനൽസ് വരണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെന്നെങ്കിലും പ്രൊക്യൂർ ചെയ്ത് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ അതാണ് പ്രൊക്യൂർമെൻറ്റ്. പിന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ അറിയാവുന്ന നമ്മുടെ തന്നെ ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. ഇതാണ് EPC എന്ന് പറയുന്നത്, എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് കൺസ്ട്രക്ഷൻ. പക്ഷേ തിരിച്ചു കൊടുക്കും. പക്ഷേ നമുക്കിതൊരു ഒരാഴ്ച മുതൽ 2 ആഴ്ച സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ ഭയങ്കര ഷോർട്ടേജാണ്, സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഈ ഒരു ടൈം.
സമയം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഡിമാൻഡ് അത്രമാത്രം കൂടിയിട്ടുണ്ട്. മാനുഫാക്ചേഴ്സിൻ്റെ കപ്പാസിറ്റിക്ക് 3 ഇരട്ടിയിൽ കൂടുതലാണ് പറഞ്ഞത്. ഇപ്പം കേരളത്തിൽ മാത്രം കഴിഞ്ഞ വർഷം ചെയ്തേക്കുന്നത് 75,000 ഇൻസ്റ്റലേഷൻസാണ്. പക്ഷേ ഈ വർഷം പ്ലാൻ ഇരിക്കുന്നത് 1,80,000 3 ഇരട്ടി 2,10,000 ഇൻസ്റ്റാലേഷൻസാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ 3 ഇരട്ടിയാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇത് വ്യാപകമായി പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഇപ്പോൾ പാനൽസിന് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓർഡർ എടുത്താൽ പോലും ചിലപ്പോൾ 10 ദിവസം 15 ദിവസം കഴിഞ്ഞ് സാധനം സപ്ലൈ ചെയ്യാനൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് തന്നെ നമ്മൾ കൊടുക്കും. നമുക്ക് അവൈലബിൾ അല്ല. കാരണം ഇപ്പോൾ നമ്മൾ തന്നെ 3 ലോഡ് ഞങ്ങൾക്ക് ട്രാൻസിറ്റില്ല. ഒരു ലോഡെന്ന് പറയുമ്പോൾ ചെറിയ എമൗണ്ട് അതിൽ ഏകദേശം 60 ലക്ഷം രൂപയാണ് വരുന്നത്. അപ്പോൾ 60 ലക്ഷം രൂപയുടെ സാധനം നമുക്ക് ട്രാൻസിറ്റിലാണ്. അതിവിടെ അവിടുന്ന് നമ്മൾ പൈസ മൊത്തം കൊടുത്താൽ മാത്രമേ അവർ ബില്ല് ചെയ്യുള്ളൂ. പൈസ മൊത്തം കൊടുത്തു കഴിയുമ്പോൾ അവർ വിട്ട് കഴിഞ്ഞാൽ 7 to 8 days കഴിഞ്ഞിട്ട് ഇവിടെ സാധനം എത്തുന്നുള്ളൂ. അപ്പോൾ അത്രമാത്രം ഒരു ഡിമാൻഡ് ഉള്ളത് കൊണ്ട് നമുക്ക് സാധനം ഇൻസ്റ്റാൾ ചെയ്താൽ ഇപ്പോൾ ഒരു 15 മുതൽ 20-25 ദിവസം വരെ എടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ പർപ്പസ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 daysനുള്ളിൽ സബ്സിഡിയും അവർക്ക് കിട്ടും 30 ഡേയ്സിനിടയിൽ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു 1 month പ്രോസസ്സിംഗ് ടൈം തന്നെ ഇതിന് എല്ലാം കൂടി ഉണ്ട്. ഒരു മാസത്തോളം എടുക്കും അല്ല. അത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫസ്റ്റ് ബില്ല് തൊട്ട് നമുക്ക് മാറിക്കിട്ടും. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ KCB ആണ് മീറ്റർ മാറ്റി വയ്ക്കുന്നത്. ഇപ്പം നമ്മുടെ മീറ്റർ എന്ന് പറഞ്ഞത് യൂണി ഈ സൈഡ് മീറ്ററാണ്. ഒറ്റ സൈഡിലേക്കുള്ളത് മാത്രം മെഷർ ചെയ്യുന്നത്. നമ്മൾ വയ്ക്കുന്നത് ബൈസൈഡൽ മീറ്ററാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വൈദ്യുതി എത്രയാണെന്ന് മെഷർ ചെയ്യും, നമ്മൾ എടുക്കുന്നത് എത്രയാണെന്ന് മെഷർ ചെയ്യും. അങ്ങനെയുള്ളൊരു മീറ്ററാണ്. അതാണ് അവർ നമ്മൾ നെറ്റ് മീറ്റർ എന്ന് പറയും. അങ്ങനെ ഒരു നെറ്റ് മീറ്ററാണ് നമ്മൾ വയ്ക്കുന്നത്. നെറ്റ് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് പകൽ സമയത്ത് നമ്മൾ എത്ര യൂണിറ്റ് ഉപയോഗിച്ചു. ഇപ്പോൾ 12 യൂണിറ്റാണ് നമ്മളൊരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ നമ്മളൊരു 3 യൂണിറ്റ് നമ്മുടെ ആവശ്യത്തിന് പകൽ സമയത്തേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞു. ബാക്കി 9 യൂണിറ്റ് ഇപ്പോൾ ഗ്രിഡിലോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ രാത്രി സമയത്ത് നമുക്ക് അത്രയും യൂണിറ്റ് തിരിച്ചെടുക്കാം. അതിൽ തന്നെ നമുക്ക് എക്സസിങ് കാണാൻ പറ്റും. നമുക്ക് ഈ എക്സ്പോർട്ട് ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതൊന്നും കാണാനൊക്കില്ല. അത് നെറ്റ് മീറ്ററിൽ കാണാം. പക്ഷേ അത് മീറ്ററൊന്നും സാധാരണക്കാർക്ക് റീഡ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. പക്ഷേ എല്ലാ മാസവും നമുക്ക് റിപ്പോർട്ട് വരും. പക്ഷേ പ്രൊഡക്ഷനൊക്കെ നമുക്ക് അപ്പോൾ തന്നെ കാണാം. അതിന് ആപ്പുണ്ട്. അപ്പോൾ സാർ നമ്മുടെ സോളാറിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? അതിനെപ്പറ്റി എന്തൊക്കെയാണ് വരുന്നത് അതിൽ? അല്ല, ഇത് സോളാറിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച 2 തരത്തിലുള്ള സോളാറാണ് ഉള്ളത്. ഒന്ന് ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും. ഈ ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്നു, നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, നമ്മുടെ ആവശ്യത്തിന് നമ്മൾ രാത്രി തിരിച്ചെടുക്കും. ഇതാണ് സമ്പ്രദായം. ഇത് പോപ്പുലർ അല്ല. കാരണം പോപ്പുലർ അല്ലാത്തതിൻ്റെ 2 കാരണങ്ങൾ: ഒന്ന് വില കൂടുതലാണ്, രണ്ടാമത് സബ്സിഡി ഇല്ല, ഇതിന് ലോണില്ല. അപ്പോൾ ഇതൊരു സമ്പന്ന വിഭാഗങ്ങൾക്ക് മാത്രമുള്ള ഒരു സംവിധാനമാണ്. സാധാരണക്കാരായ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം KCB ഇഷ്ടംമാതിരി വൈദ്യുതി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രാധാന്യമില്ല. അതേസമയം ഓൺ ഗ്രിഡ് എന്ന് പറയുന്ന സംവിധാനം വളരെ സിമ്പിളാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു സാധാരണക്കാർ അല്ലെങ്കിൽ ഒരു സമ്പന്നരെന്നൊരു ക്ലാസിഫിക്കേഷൻ ഗവൺമെൻറ്റിനില്ല. ഗവൺമെൻറ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് 3 കിലോവാട്ട് വരെയുള്ളവർക്കുള്ളേ സബ്സിഡി ഉള്ളൂ. 3 കിലോവാട്ടിന് മേലുള്ളതിന് സബ്സിഡി ഇല്ല. കാരണം ഇപ്പോൾ നമ്മൾ 3 കിലോവാട്ടിന് തന്നെ 78,000 രൂപയുണ്ട്. അപ്പോൾ 5 കിലോവാട്ട് വാങ്ങിച്ചാലും 20 കിലോവാട്ട് വാങ്ങിച്ചാലും നമുക്ക് എത്ര രൂപ സബ്സിഡി ഉള്ളൂ? 78 രൂപയെ കിട്ടുള്ളൂ സബ്സിഡി. അതുപോലെ 3 കിലോവാട്ടിന് വരവേ നമുക്ക് 6.5% ലോൺ കിട്ടുള്ളൂ. അതിന് മേലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ 10%. കാരണം ഗവൺമെൻറ് പോലും നോക്കുന്നത് സമ്പന്നരായ ജനവിഭാഗത്തിന് ഇത് വളരെ ലാഭകരമാണ്, മറ്റൊരു വിഭാഗത്തിനാണ് ലാഭകരം. അതുകൊണ്ടുള്ള സബ്സിഡി കൊടുക്കുന്നത്. അപ്പോൾ ഈ സബ്സിഡി 78,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തി നമ്മൾ പൊതുവേ ചോദിക്കുന്നത് ഞങ്ങൾ മാസം 500 രൂപ അടയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് എന്തിൻ്റെ സോളാറ്? അങ്ങനെയല്ല. 500 രൂപയ്ക്ക് വിൽക്കുന്ന ആളുകളുടെ ഇന്നത്തെ വൈദ്യുതി ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 500 രൂപ. പക്ഷേ ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ ഇതേ ഉപയോഗമാണെങ്കിൽ പോലും അവരുടെ റേറ്റ് എന്ന് പറയുന്നത് 2,000-3,000 ആവും. പക്ഷേ നിങ്ങൾ ലോൺ എടുത്ത് ഈ സാധനം വെച്ചാൽ നിങ്ങൾക്ക് മാസം 1,250 രൂപ മാസം അടച്ചാൽ മതി എല്ലാ മാസവും. അതായത് 10 വർഷക്കാലത്തേക്ക് ഇതിൻ്റെ വർധനവ്, അടുത്ത് വരാൻ പോകുന്ന വർധനവൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. 2 തരത്തിൽ വർധനവുണ്ട്. ഒന്ന് ഈ റേറ്റ് വർദ്ധിക്കുന്നുണ്ട്, രണ്ടാമത് നമ്മുടെ ഉപയോഗം വർദ്ധിക്കുന്നുണ്ട്. മീൻസ് അതൊരു പക്ഷേ ടെൻഷൻ ആയിരിക്കാം. കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ കൊടുക്കണം. ഇത്രയും കൊടുത്തിട്ട് ഇപ്പോൾ സാറ് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്ക് ഇത്ര വർഷത്തിൻ്റെ ഇടയിൽ ഇത്ര ചേഞ്ചസ് നമുക്ക് വരുന്നുണ്ട്. ഒരു 2027-28 ആകുമ്പോൾ തന്നെ സബ്സിഡിയൊക്കെ നിൽക്കുകയാണ്, പിന്നെ സബ്സിഡി ഇല്ല എന്നൊക്കെ ഇത് ഓരോരുത്തരും അറിയണം എന്നില്ല. സാധാരണ അവരിലേക്ക് അത് എത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് ഇപ്പോഴേ നമുക്ക് എന്നാൽ അതിനെപ്പറ്റി അത് ചെയ്യാം എന്നൊരു ആലോചന വരുള്ളൂ. ഇതൊരാൾ ഒരു കറക്റ്റായ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് അതിലേക്ക് വരുന്നത്. പലപ്പോഴും അത് എത്തുന്നില്ല, സാധാരണക്കാരിലേക്കെന്നല്ല ആരിലേക്കും അത് എത്തുന്നില്ല. അതാണ് ആ ഒരു പ്രോപ്പറായിട്ട് ആ ഒരു വേ കിട്ടാത്തത് ആൾക്കാർക്ക്. ഇപ്പോൾ സാർ ഇപ്പോൾ സംസാരിച്ചു, അത് ഞാൻ അറിഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളിലൂടെ മറ്റുള്ളവർ ഇത് അറിയുന്നു. ഇപ്പം അതാണ് അതെ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞ ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്ന കച്ചവടക്കാരായിട്ടുള്ള കേരളത്തിൽ 1000-ഓളം ആൾക്കാരുണ്ട്. ഈ ആൾക്കാർ അത്രമാത്രം സംഘടിതമായൊരു വിഭാഗമല്ല.
അപ്പോൾ അതുകൊണ്ടാണ് ഇത് സംഘടിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാത്തത്. പക്ഷേ സംഘടിതമായ ചെറിയ വിഭാഗക്കാരുണ്ട്, അവരിതിന് തെറ്റായ വ്യാഖ്യാനങ്ങളാണ് പറയുന്നത്. ഓരോ ആൾക്കാർ വന്നിട്ട് അഭിപ്രായം പറയുന്നത്. അപ്പോൾ അതിന് കൃത്യമായ ഒരു വ്യാഖ്യാനം വരുമ്പം KSEB ഉദ്യോഗസ്ഥർ വന്നിട്ട് സത്യസന്ധമാരോട് വേണം പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് അവർ പറയുന്നത്. KSEB ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇതിൻ്റെ കാരണങ്ങളൊക്കെ പറയുന്നത് സത്യസന്ധമായിട്ട് അവരൊന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യമാണ്. കാരണം KSEB ഡിപ്പാർട്ട്മെൻറ്റിനോട് എതിർപ്പാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് പറയുന്നത്. കാരണം സത്യസന്ധമായ കാഴ്ചപ്പാടോടുകൂടിയും അവർ പറയുന്നു ഗവൺമെൻറ് വലിയ സപ്പോർട്ട്. കാരണം കേരളത്തിൽ നമ്മളിപ്പോൾ ഈ സോളാർ ഇൻസ്റ്റാളേഷനിൽ 1ാം സ്ഥാനത്ത് ഗുജറാത്തും 2ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും 3ാം സ്ഥാനത്ത് കേരളമാണ്. അപ്പോൾ കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനം എന്തുകൊണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ 3ാം സ്ഥാനത്തെത്തി? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന ഇതൊന്നും നമ്മുടെ സ്ഥാനത്തില്ല. നമ്മുടെ ആദ്യത്തെ 1ാം സ്ഥാനത്ത് ഗുജറാത്ത് പോലെയുള്ള വലിയ വമ്പൻ സംസ്ഥാനവും 2ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും 3ാം സ്ഥാനത്ത് കേരളവും വന്നിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ അവയർനെസ് കൊണ്ടാണ്, ബോധവൽക്കരണം കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ബോധവൽക്കരണം ഒരു സമ്പന്ന വിഭാഗം മാത്രം നടത്തേണ്ടതല്ലല്ലോ. ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട സമ്പന്നരുടെ മാത്രം ഉത്തരവാദിത്വമാണോ? അല്ല, എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. എങ്ങനെയാണ് ഈ ഡോക്ടർ ജയകൃഷ്ണൻ എന്നുള്ളൊരു പേര് വന്നത്? ഞാൻ ഈ സോളാറിൽ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ 1979 മാത്തമാറ്റിക്സ് ഗ്രാജുവേറ്റ് ആയതാണ്. മാത്തമാറ്റിക്സിലാണ് എൻ്റെ ഗ്രാജുവേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ സബ്സിഡിയറി വിഷയമായിരുന്നു ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ +2 വരെ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സോളാറിനകത്ത് ഏറ്റവും കൂടുതൽ വ്യാപകമായി വരുന്ന ഈ 3 വിഷയമാണ്, ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ തന്നെ മാത്തമാറ്റിക്സുമാണ്. ആ 3 വിഷയങ്ങളിൽ ഞാൻ അത്യാവശ്യം തിരക്കടിയില്ലാത്തൊരു വിദ്യാർത്ഥി ആയിരുന്നുണ്ട്. ആ വിഷയങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അതിനുശേഷം എറണാകുളത്ത് വരുന്നത് ഞാൻ ICAA പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ICAA ഇൻ്റർമീഡിയറ്റ് 79 വന്നിട്ട് 81 ഞാൻ ബിസിനസ്സിലേക്ക് വന്നു. ബിസിനസ്സിലേക്ക് വരുന്നത് ബാറ്ററിയുടെ ബിസിനസ്സിലേക്കാണ് വന്നത്. അപ്പോൾ അന്ന് ബാറ്ററി എന്ന് പറയുമ്പോൾ കാറിൻ്റെ ബാറ്ററീസും അതല്ല നമ്മുടെ സ്റ്റോറേജ് സിസ്റ്റം ഇൻവെർട്ടേഴ്സിന് ഉപയോഗിക്കുന്ന ബാറ്ററീസിൻ്റെ ബിസിനസ്സിലേക്കാണ് വന്നത്. അപ്പോൾ ആ ബിസിനസ്സിലേക്ക് വന്നിട്ട് അതിലങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം 96-97 കാലഘട്ടത്തിൽ സോളാർ വളരെ വ്യാപകമായി വരുന്നു. കാരണം സോളാർ ഒരു കോൺസെപ്റ്റ് എന്ന് വളരെ പോപ്പുലറായി വരുന്നില്ല. പക്ഷേ ഒരിക്കൽ പോലും അന്ന് ഫീസിബിൾ ആയിരുന്നില്ല. കാരണം ഒരു 100 വാട്ടിൻ്റെ സോളാർ പാനലിന് അന്ന് 10,000 രൂപയാണ്. അന്ന് 10,000 രൂപ എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറ ഭാഗത്തൊക്കെ ഏകദേശം 3 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാം. അപ്പോൾ അത്രയ്ക്ക് വലിയ കോസ്റ്റാണ്. പിന്നെ ചാർജസ് അന്ന് 30 പൈസയേ ഉള്ളൂ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക്. പക്ഷേ ഇന്ന് അതേ പാനലിന് 10,000 രൂപ ഉണ്ടായ പാനലിൽ നിന്ന് 3,000 രൂപയേ ഉള്ളൂ. അന്ന് 30 രൂപ ഉണ്ടായിരുന്ന 30 പൈസ ഉണ്ടായത് വൈദ്യുതിക്ക് ഇന്ന് 10 രൂപയായി. അപ്പോൾ ഇതിൻ്റെ പ്രായോഗികത വളരെയേറെ കൂടി. അപ്പോൾ ഈ ബിസിനസ്സിലേക്ക് വന്ന് അങ്ങനെ ബിസിനസ്സുകാരനായിട്ട് തന്നെയാണ് ഞാൻ 79 ശേഷം എൻ്റെ ഗ്രാജുവേഷന് ശേഷം 80 തൊട്ട് ഞാൻ ബിസിനസ്സിലേക്ക് വന്നത്. അപ്പോൾ 45 വർഷമായിട്ട് ബിസിനസ്സിലേക്കാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റീറ്റെയിൽ ബിസിനസ്സാണ്. കസ്റ്റമേഴ്സ് വരുന്നു, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു താല്പര്യമുള്ളൊരു വിഷയമായതുകൊണ്ട് ഈ കസ്റ്റമേഴ്സിൻ്റെ ഒരു മനോഭാവം മനസ്സിലാക്കാൻ ശ്രമിച്ചു. കാരണം പല ചിലർ വന്നിട്ട് നമ്മൾ വില ചോദിച്ചിട്ട് പോകുന്നു, ചിലർ നമ്മുടെ ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ അവരോടൊക്കെ കാണിക്കുന്ന ഒരേ ആറ്റിറ്റ്യൂഡാണ്. കസ്റ്റമർ കയറി വന്നാൽ നമ്മൾ അവരുടെ ബഹുമാനത്തോടെ സംസാരിക്കുന്നു, ചിരിക്കുന്നു, അവരോട് പറയുന്നു. ഇതെല്ലാവരോടും ഒരേപോലെയാണ്. പക്ഷേ അവരിൽ നിന്ന് റെസ്പോൺസ് വ്യത്യസ്തമാണ്. ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശകലനം ചെയ്തിരിക്കുന്ന സമയത്താണ് ഒരു PhD എടുക്കാനുള്ള ഒരു സാധ്യത വരുന്നു. ഞാൻ അതിനൊരു സിനോപ്സിസ് തയ്യാറാക്കി കൊടുക്കുന്നു. അത് സെലക്ട് ചെയ്ത് കൺസ്യൂമർ സൈക്കോളജി, റെലവൻസ് ഓഫ് കൺസ്യൂമർ സൈക്കോളജി റീറ്റെയിൽ മാർക്കറ്റിംഗ് വിഷയമാണ്. അപ്പോൾ അതിനകത്ത് സിനോപ്സിസ് അത് അക്സെപ്റ്റ് ചെയ്ത് വരുന്നു. അതിന് ഞാനൊരു 2 വർഷം കൊണ്ട് ഒരു തീസിസ് സബ്മിറ്റ് ചെയ്യുന്നു. എൻ്റെ ലെവലിൽ ഇതൊരു വലിയൊരു അക്കാഡമിക് എക്സലൻ്റ് ആണെന്നൊന്നും എക്സലൻസ് ഒന്നും പറയില്ല. പക്ഷേ നമ്മൾ ഏത് വിഷയത്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടെ 45 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട്, അല്ലെ 30 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട്. അവിടെ നമ്മൾ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കാൻ കഴിയും. ഒരു കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമർ വില ചോദിക്കാൻ മാത്രമാണോ വരുന്നത്, നമ്മളുമായിട്ടൊരു മത്സരത്തിനാണോ വരുന്നത്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാണോ വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോഡി ലാംഗ്വേജ് ഇതൊക്കെ മനസ്സിലായി. ഇത് വെച്ചിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു പ്രബന്ധം സബ്മിറ്റ് ചെയ്തു. അത് അക്സെപ്റ്റ് ചെയ്തതു. അങ്ങനെയാണ് ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത്, PhD എന്ന് പറയുന്നത്. അതെ, അതാണ് ഡോക്ടറേറ്റ്. റെലവൻസ് ഓഫ് കൺസ്യൂമർ സൈക്കോളജി റിലേറ്റഡ് വിത്ത് റീറ്റെയിൽ മാർക്കറ്റിംഗ്. അതുപോലെ എൻ്റെ ഫാമിലി എങ്ങനെയാണ്? ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണ്? അവരെ പറ്റിയിട്ട് പറയും. എൻ്റെ ഭാര്യ ബിസിനസ്സിലുണ്ടായിരുന്നതാണ്. ഞങ്ങൾ രവിപുരത്ത് പുള്ളിക്കാലത്ത് ഏകദേശം 12 വർഷക്കാലത്തോളം ബാറ്ററിയുടെ ബിസിനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഫാദറിലേക്ക് ക്യാൻസർ വന്ന സമയത്ത് പൂർണ്ണമായി നോക്കേണ്ടി വന്നതുകൊണ്ട് ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ട് പുള്ളിക്കാലത്ത് ഈ വീട്ടിലേക്ക് ഒതുങ്ങുകയാണ് ചെയ്തത്. എനിക്ക് 2 ആൺമക്കളാണ്. എൻ്റെ വൈഫിൻ്റെ വീട് ചോട്ടാനിക്കരയാണ്. എനിക്ക് 2 ആൺമക്കളാണ്.
2 ആൺമക്കളും മൂത്ത ആൾ ബിടെക് കഴിഞ്ഞ ആളാണ്. അയാൾ AMD എന്ന് പറഞ്ഞ പ്രോസസ്സറിൽ കേരള മാനേജറായിരുന്നു. അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് അയാൾ എൻ്റെ കൂടെ ബിസിനസ് ചെയ്തത്. പക്ഷേ രണ്ടാമത്തെ മകന് ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂടെ ബിസിനസ് വന്നു. അയാൾ ഇന്നിപ്പോൾ എക്സൈഡിൻ്റെ എറണാകുളത്തെ ഡിസ്ട്രിബ്യൂട്ടറാണ്. പിന്നെ 2 മരുമക്കളാണ്. മൂത്ത മരുമോൾ ICICI ബാങ്കിൽ തിരുവാങ്കുളത്ത് ബ്രാഞ്ച് മാനേജറാണ്. ഇളയ മകൾ BDS കഴിഞ്ഞിട്ട് ഡോക്ടറാണ്. അതിൽ എൻ്റെ മൂത്ത മകനും എൻ്റെ ഇളയ മകളും എൻ്റെ കൂടെ ഈ ബിസിനസ്സിൽ ഡയറക്ടേഴ്സാണ്. ഡയറക്ടർ ബോർഡിലുണ്ട് അവർ രണ്ടുപേരും ഡയറക്ടേഴ്സ് മാത്രമല്ല സജീവമായി ബിസിനസ്സിൽ പങ്കാളിക്കുന്നത്. എൻ്റെ മോള് BDS കഴിഞ്ഞ കുട്ടി മാർക്കറ്റിൽ സജീവമായി പങ്കെടുക്കുന്നതാണ്. ദിവസം ഏകദേശം 300-ഓളം ഇൻസ്റ്റലേഷൻസ് അവർ ഇതുവരെ നടത്തി കഴിഞ്ഞു. 1.5 വർഷത്തോളം ആയിട്ടുള്ള സൊസൈറ്റി പറയും. അതുപോലെ നമ്മുടെ എംപ്ലോയീസ് ഉണ്ടല്ലോ, നമ്മളിവിടുത്തെ എംപ്ലോയീസ് നമുക്ക് തരുന്ന സപ്പോർട്ട് എങ്ങനെയാണ്? ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള എംപ്ലോയീസ് ഉണ്ട്. ഞങ്ങളുടെ ഓഫീസ് ആദ്യം കടവന്ത്രയായിരുന്നു. അപ്പോൾ ആരക്കുന്നത്തുനിന്നൊക്കെ വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ കടവന്ത്രയായിരുന്നപ്പോൾ ഈസി ആയിരുന്നു വരുന്നതിന്. പക്ഷേ ഇതിപ്പോൾ കുമ്പളത്താണ് ഞങ്ങൾ. അപ്പോൾ 2 ബസ് കയറി വരണം. അപ്പോൾ സ്വാഭാവികമായിട്ട് വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവരെല്ലാം താല്പര്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് 7 മണിക്കൊക്കെ ഒരു കുട്ടി അവിടുന്ന് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇവിടെ 9 മണിക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ അത്ര നല്ല അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടാണെന്നാണ് വിശ്വസിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവരത് വേണ്ടാതെ വയ്ക്കുമല്ലോ. അപ്പോൾ അവർക്കിവിടെ സാലറി എന്നൊക്കെ പറയുന്നത് ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ നമുക്ക് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം നല്ല സാലറി കൊടുക്കുന്നത്. വേറെ ഏത് ഇപ്പോൾ പല നമ്മൾ ന്യൂ ജനറേഷൻ ബാങ്കുകളിലൊക്കെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഒരു കൾച്ചർ വളരെ നല്ലതായതുകൊണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഈ കുട്ടികളൊക്കെ വരുന്നത്. ഞങ്ങൾക്ക് ഏകദേശം 20ഓളം ആൾക്കാർ ഇവിടെ നമ്മുടെ ഈ ഓഫീസ് ആക്ടിവിറ്റീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 20 മുതൽ 25 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മാർക്കറ്റിങ്ങിലേക്കുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇൻസ്റ്റലേഷൻസിൻ്റെ ഏരിയയിലുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. നമ്മളിവിടെ സ്റ്റാഫിന് നമ്മൾ ഫുഡൊക്കെ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. അത് നിർബന്ധമായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഞങ്ങളിവിടെ ക്യാൻറ്റീനുണ്ട്. അത് എല്ലാവർക്കും കൃത്യമായ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ സാർ ഇപ്പം ഈ ഒരു ഫീൽഡ് നമുക്ക് സോളാറിലേക്ക് തന്നെ തിരിച്ചു വരാം. എത്ര 5 വർഷമായി അല്ലേ നമ്മൾ ഈ ഒരു സോളാർ ഇതിലേക്ക് വന്നിട്ട്? അതെ, കറക്റ്റ് 5 ഇയേഴ്സ്. ശരിക്കും ഞാൻ 45 വർഷമായിട്ട് ബിസിനസ്സിലുണ്ട്. അതിൽ ബാറ്ററി ബിസിനസ്സിലായിരുന്നു. അത് ഈ പവർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് സോളാർ ഇൻവെർട്ടേഴ്സ് മുതലായ സംഭവങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ 96 കാലഘട്ടത്തിലാണ് സോളാർ കുറച്ച് പ്രോമിനൻ്റ് ആയി വരുന്നത്. പക്ഷെ അന്ന് സോളാർ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഏരിയയിൽ, അതായത് വൈദ്യുതി ഒട്ടും ലഭ്യമല്ലാത്ത സ്ഥലത്ത് മാത്രമേ വയ്ക്കാൻ ലാഭകരമാവുന്നുള്ളൂ. പക്ഷേ അന്ന് പോപ്പുലറായിട്ട് ഈ അനാട്ട് സബ്സിഡി കൊടുത്തിട്ട് സാധനം കൊണ്ടുവന്നു ഒരു സോളാർ, ചെറിയൊരു സോളാർ സെല്ലും ഒരു റാന്തലും കൂടി. അപ്പോൾ നമുക്കൊരു ലൈറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് സോളാർ ഉപയോഗിച്ചത്. അന്ന് 2 കമ്പനികളാണ് ഈ ഇന്ത്യയിലുണ്ടായിരുന്നത്. അതിലൊന്ന് എക്സൈഡായിരുന്നു. എക്സൈഡിൻ്റെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. അതായത് സോളാർ ലാൻഡേൺസ് ഒരു 10 വാട്ടിൻ്റെ സോളാർ പാനൽ വീടിൻ്റെ മുകളിൽ എവിടെയെങ്കിലും വെറുതെ ഉള്ളത് പ്ലേസ് ചെയ്താൽ മതി. അതിൽ നിന്നൊരു വയറുണ്ടാവും. വയറുള്ളൊരു ചെറിയൊരു എമർജൻസി ലൈറ്റിൽ കുത്തിക്കഴിഞ്ഞാൽ പകൽ സമയത്ത് ചാർജ് ആവും, രാത്രി സമയത്ത് കറണ്ട് പോകുന്ന സമയത്ത് വർക്ക് ചെയ്യും. അങ്ങനൊരു സാധനം. മഴക്കാലങ്ങളിൽ നമുക്ക് സോളാർ യൂസ് എങ്ങനെയാണ് വരുന്നത്? യൂസേജ്, അതായത് നമ്മൾ അത്രമാത്രം സൂര്യപ്രകാശം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ സമയങ്ങളിൽ എങ്ങനെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും മഴക്കാലത്ത് കടുത്ത മഴയുള്ള ദിവസങ്ങളിൽ, അല്ലാത്ത ദിവസങ്ങളിലൊന്നും പ്രൊഡക്ഷനെ ബാധിക്കുന്നില്ല. കാരണം അതിന് കുറേ ടെക്നിക്കൽ, അതൊന്നും നമ്മൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞു തീർക്കാൻ ഒക്കുന്നില്ല. വലിയ വിഷയമായതുകൊണ്ട് അതിൽ പറയാനുള്ള, കാരണം മഴ വന്നു എന്നതുകൊണ്ട് പ്രൊഡക്ഷൻ കൂടുക ചെയ്ത്. മഴക്കാലത്ത് ടെമ്പറേച്ചർ കുറയുമ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ എന്ന് പറയുന്നൊരു ടെക്നോളജി, ഒരു പാരാമീറ്റർ ഉണ്ട്. ആ പാരാമീറ്റർ വെച്ച് അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞ വൈദ്യുതി പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ പകൽ സമയത്ത് ഇപ്പം നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഭയങ്കരമായ ചൂടായതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷന് ഇന്ന് കുറവുണ്ടാവും. അപ്പോൾ മഴക്കാലത്ത് തണുത്ത് നിൽക്കുന്ന അന്തരീക്ഷത്തിൽ പ്രൊഡക്ഷൻ കൂടുതലാവും. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൊടും മഴയുള്ള സമയത്ത് നമുക്ക് സൂര്യപ്രകാശം വളരെ കുറവുള്ള സമയത്താണ് വൈദ്യുതിയെ ഇത് പ്രതികൂലമായി ബാധിക്കുകയുള്ളൂ. പക്ഷേ ആ സമയത്ത് പോലും നമ്മൾ പറയുന്ന ഒരു യൂണിറ്റ് 1 കിലോ വാട്ട് സോളാർ പാനൽസിൽ നിന്ന് 4 യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു 2 യൂണിറ്റായിട്ട് കുറയുന്നല്ലാണ്ട് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാവില്ല. അപ്പം അത് ഞാൻ പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റെയിനി ഡേ ആണെങ്കിലാണ്. അങ്ങനെ എത്ര ദിവസമാണ് നമുക്ക് കിട്ടുന്നത്? കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു 5-6 ദിവസങ്ങൾ, അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 5-6 ദിവസം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഫ്ലഡും മറ്റൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ ഫ്ലഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിപ്പോൾ പല വീടുകളിലും, ഞാൻ പറവൂരൊക്കെ ചില വീടുകളിൽ സോളാർ വെച്ചപ്പോൾ അവർക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെള്ളം കയറിയ പ്രദേശമാണ്. അവർക്ക് സോളാർ അവർ വളരെ കരുതലുണ്ട്. 2020 കാലത്ത് നമ്മൾ സോളാർ വയ്ക്കുമ്പോൾ അവർക്കൊന്നും ഈ ഓൺ ഗ്രിഡ് വേണ്ട. വൈദ്യുതി അവർക്ക് ശേഖരിച്ച് അവരുടെ ആവശ്യത്തിന് അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മുടെ 2ാമത്തെ നിലയിലാണ് ഈ ബാറ്ററിയൊക്കെ സ്റ്റോർ ചെയ്തത്. കാരണം നാളെ ഒരു പവർ കട്ട് ഉണ്ടായാലും ഇതുപോലെ വെള്ളം കയറിയാൽ പോലും നമുക്ക് വെള്ളത്തിന് പ്രശ്നം വരുന്നില്ല. മഴ പെയ്ത് വെള്ളം കിട്ടുന്നുണ്ട്, ഭക്ഷണങ്ങൾ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ആയിരുന്നു അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവർ വെളിച്ചമേ ഇല്ല, ഒറ്റപ്പെട്ടു പോയ ആൾ വെളിച്ചമില്ല. അപ്പോൾ അവിടെ ഉള്ളിടത്ത് നമ്മൾ ഇങ്ങനെ സ്റ്റാൻഡ് അലോൺ സോളാർ സിസ്റ്റം, ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണെങ്കിൽ അവർക്ക് ഇതൊന്നും ബാധിക്കുകയില്ല.
നമുക്ക് ബാറ്ററി ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ സോളാർ ഉണ്ട്. ഇത് കൂടാതെ സാറിന് മറ്റെന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? എനിക്കിനി ഇതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കൈവയ്ക്കണം, അങ്ങനെ ഒരു സ്വപ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഒരു കച്ചവടക്കാരൻ ഏതെങ്കിലും ഒരിടത്ത് മാത്രം കച്ചവടക്കാരൻ എന്ന് പറയുമ്പോൾ, ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയുമ്പം എല്ലാം അദ്ദേഹത്തിന് ബിസിനസ് തന്നെയാണ്. അതിപ്പം മീനാണേലും ശരി, സ്വർണ്ണമാണേലും ശരി, അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഒരു കപ്പാസിറ്റി വെച്ചിട്ട്, ഇപ്പോൾ ഈ പ്രായത്തിലൊക്കെ വെച്ചിട്ട് കപ്പാസിറ്റി വെച്ചിട്ട് അത്ര വലിയ വേഗമായ ചിന്തകളൊന്നുമില്ല. മറിച്ച് ഈ ഒരു ഫീൽഡ് വളരെ വലുതാണ്. കാരണം ഇത് ഞാൻ പറയുന്ന പോലെ ഒരു ചെറിയ ഇൻഡസ്ട്രി അല്ല. അടുത്ത ഒരു 10 വർഷക്കാലം കൊണ്ടോ അല്ലെങ്കിൽ 20 വർഷക്കാലം കൊണ്ടോ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ഒക്കുന്ന ഒരു സംവിധാനമാണ് സോളാർ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അവിടെ ഇതിൻ്റെ സെക്കൻഡ് ഫേസ് ആയിട്ട് ഹൈഡ്രജൻ ഉൽപ്പാദനമൊക്കെ വരുന്നുണ്ട്. അതെല്ലാം കൂടെ ഒരു വലിയൊരു സാധ്യതയാണ്. അത് ഇപ്പോഴത്തെ എൻ്റെ ഒരു കപ്പാസിറ്റി വെച്ച് എനിക്ക് കൈകാര്യം ചെയ്യാൻ നോക്കുന്നില്ല. അപ്പം ഞാൻ ചെയ്യുന്ന സോളാർ ഇൻഡസ്ട്രിയിൽ തന്നെ വ്യാപകമായ സാധ്യതകൾ നിലനിൽക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ വേറെ ഇൻഡസ്ട്രിയിലേക്ക് മാറേണ്ട ആവശ്യമില്ലെന്നാണ്. ഇപ്പം നമ്മൾ ടാറ്റ അല്ലെങ്കിൽ വലിയ ആൾക്കാർ അവരെല്ലാവരും ഈ സോളാറിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കൊക്കെ വന്ന് പ്ലേ ചെയ്യാനുള്ള ഒരു സ്പേസ് നിൽക്കുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ചെറിയ ആളുകൾക്ക് ഇതിനകത്ത് ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനം തന്നെ ഒരുപാട് വലിയ നിലയിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു വലിയ ഡ്രീം പ്രൊജക്റ്റ് എന്ന നിലയിൽ തന്നെയാണ് സാർ ഉള്ളത്, അല്ലേ? അതെ. അതിൽ PSP എന്നൊക്കെ പറഞ്ഞ വലിയ പ്രൊജക്ട്സ് വരുന്നത്. അതായത് ഇപ്പം നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്ന സംവിധാനമാണല്ലോ. അതിനേക്കാൾ ഉപരിയായിട്ട് വൈദ്യുതി സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ട് വെള്ളം പമ്പ് ചെയ്തിട്ട് നമ്മുടെ ടെറസിൻ്റെ മേളിൽ കയറ്റിയിട്ട് രാത്രി ആ വെള്ളം ഉപയോഗിച്ചിട്ട് ഹൈഡ്രോജൻ പ്രൊജക്ട്സ് ചെയ്യുന്ന സംവിധാനമാണ് PSP എന്ന് പറയുന്നത്. അതൊക്കെ വ്യാപകമായി വരാൻ പോവാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങളിവിടെ ഒരു റിസർച്ചൊക്കെ നടത്തുന്നുണ്ട്. ഞങ്ങൾ ചെറിയ തോതിലുള്ള അഡീഷണൽ പ്രോപ്പർട്ടീസ് ഹൈഡ്രോജൻ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നമ്മുടെ ലെവലിൽ നമ്മൾ പല ആക്ടിവിറ്റീസും ചെയ്തിട്ട് ഇത് ഇപ്പോൾ അപ്പം ഇതൊരു വലിയ വാസ്റ്റ് സബ്ജക്ട്സ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഏരിയ ഉണ്ട് ഇതിനകത്തേക്ക് കിടക്കണം. ആ ഏരിയ മൊത്തം എത്തിപ്പെടാൻ ഒക്കാത്ത ഞാൻ വേറൊരു ബിസിനസ്സിലേക്ക് കൂടി തൽക്കാലം ചിന്തിക്കുന്നില്ല. ഇല്ല, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഓക്കെ സാർ, ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമുക്ക് സോളാറിനെ പറ്റി അറിയാൻ പറ്റി. കാരണം എന്താണ് സാധാരണക്കാർ എടുക്കുന്ന സമയത്ത് അവർക്ക് എങ്ങനെയൊക്കെ ഇതിലേക്ക് എത്തിപ്പെടണം നമ്മൾ കേൾക്കുന്നുണ്ട്. ശരിയായ രീതികളിലും നമ്മൾ അതിനെപ്പറ്റി അറിയുന്നുണ്ട്, തെറ്റായ രീതികളും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാർ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ പോലും സാർ നമുക്കിന്ന് ഷെയർ ചെയ്തു. ഒരുപാട് സന്തോഷം. സാറിൻ്റെ ഒരു വലിയ ഡ്രീം പ്രൊജക്റ്റ് തന്നെയാണിത്. ഒരുപാട് വലിയ നിലയിലേക്ക് എത്തട്ടെ എന്നുള്ള എല്ലാ ആശംസകളും ഉണ്ട്. താങ്ക് യു സോ മച്ച്. സക്സസ് പാത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.